വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. അദ്ദേഹത്തെ പറയുന്നറിയോ, ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തെ ആരാധിക്കും. ആകാശഭൂമികളിലുള്ളതെല്ലാം സൂര്യൻ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കും. ഒരു കാര്യം എല്ലാവരും ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്, എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവരോട് വളരെ ഗൗരവമായി പറയാണ്, ഒരു സൂര്യനും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഇല്ല. ചന്ദ്രൻ മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരാൽത്തറയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരു പാമ്പും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരു എലിയും മനുഷ്യനെ ആരാധിക്കുന്നില്ല. ഒരു പശുവും മനുഷ്യനെ ആരാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യനെന്ന മഹാബുദ്ധിജീവി ഇതിനെയെല്ലാം ആരാധിക്കുന്നു. അല്ലേ? ആലോചിച്ചേ. അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, സിംഹം ആരെ ആരാധിക്കുന്നു? പശു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. വേദങ്ങൾ പറയുന്നത് അങ്ങനെയാ. പശുവും മരവും വൃക്ഷവും എല്ലാ ജന്തുജാലങ്ങളും സാക്ഷാൽ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കാനാണ് ലോകത്ത് വേദഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ്. ഒടുവിലത്തെ ഗ്രന്ഥം, മോഡറേറ്റർ, വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്ന കാതലായ വശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മഹാപ്രപഞ്ചത്തിന്റെ ദൈവം അവനാണ്. എല്ലാവരുടെയും ദൈവം അവനെ ആരാധിക്കുക എന്നതാണ് വേദത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊരു വിരോധത്തിന്റെ മുദ്രാവാക്യമല്ല, അതൊരു വലിയ ആശയമാണ്. ലാ ഇലാഹ, ഒരാരാധ്യനും ഇല്ല, ഒരൊറ്റ സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ നാഥനെയല്ലാതെ. ഇവിടെ സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന്. ഇനി അത് ഇങ്ങനെ പറഞ്ഞു നോക്കൂ, മതം ഇല്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ മതി, രണ്ടും ഒന്നല്ലേ? എന്നാൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നൊരു പ്രത്യേക സമയത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞ അന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പക്ഷെ അതൊരാശയപരമായി എടുക്കാൻ പറ്റുമോ? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നത് ഒരാശയമായിട്ട് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി. അത് ശരിയാണോ? ഏത് മരുന്ന് കുടിച്ചാൽ രോഗം മാറുമോ? രോഗത്തിനനുസരിച്ച് രോഗം നിർണയിച്ച് അത് മാറാൻ എഴുതിയ മരുന്ന് കുടിക്കണം, വേണ്ടേ? നിങ്ങൾ എല്ലാവരും എന്നോട് യോജിക്കില്ലേ? ഇല്ലേ? അപ്പൊ മരുന്ന് ഏതായാലും രോഗം മാറിയാൽ മതി എന്നല്ല, രോഗത്തിനനുസരിച്ചുള്ള മരുന്ന്. അതാണ് വളരെ പ്രധാനമായ ഘടകം, അല്ലേ? അത് വളരെ പ്രധാനമായ ഘടകമാണ്. അതുകൊണ്ട് തന്നെ നാം ഗൗരവമായി അറിയുക, ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം. മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ കൊടുക്കരുത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടരുത്, സ്ത്രീധനം വാങ്ങരുത്, വർഗീയ കലാപത്തിൽ ഏർപ്പെടരുത്, താന്തോന്നിത്വത്തിൽ ഏർപ്പെടരുത്, മനുഷ്യർ പരസ്പരം കഴുത്തറുക്കരുത്, ഏകനായ ദൈവത്തിന്റെ ആ വിശ്വാസവും അവൻ പഠിപ്പിച്ച വിശ്വാസവും ആചാരവും അനുസരിച്ച് ജീവിക്കണം തുടങ്ങി വളരെ വ്യക്തമായി മതം മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പ്രവാചകനിൽ ഒരാളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവകാരുണ്യം പഠിപ്പിച്ച പ്രവാചകൻ. അപ്പൊ നിങ്ങൾക്കറിയാം, പ്രവാചകനും അനുയായികളും ഒരു ഭാഗത്തൂടെ നടന്നു പോവുകയാണ്. ഒരു ടെന്റ് കെട്ടി. ആ ടെന്റ് കെട്ടിയിട്ട് നല്ല തണുപ്പുള്ള രാത്രിയാണ്. ആ തണുപ്പുള്ള രാത്രിയിൽ അവർ ഒരു ഭാഗത്ത് തീയിട്ടു. പ്രവാചകൻ ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല, ആരാണ് ഇവിടെ തീയിട്ടത്? നിങ്ങൾ ഈ ഉറുമ്പുകളെ കണ്ടില്ലേ? ഈ ഉറുമ്പുകൾ നിങ്ങൾ അതുകൊണ്ട് തീ അണക്കണം. അങ്ങനെ പ്രവാചകന്റെ അനുയായികൾ തീയണച്ചു. എന്നിട്ട് പ്രവാചകൻ ദൈവത്തെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, ഒരു ഉറുമ്പ് പോലും കത്തിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ, നിങ്ങൾക്കറിയാം, ഒരു യുദ്ധരംഗത്ത് ശത്രുക്കളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടു. ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത് കണ്ട് പ്രവാചകൻ കോപാകുലനായി. പ്രവാചകൻ അനുയായികളോട് ചോദിച്ചു, ആരാണ് ഈ സ്ത്രീയെ കൊന്നത്? അപ്പൊ അവർ പറഞ്ഞു, നബിയെ, അത് ശത്രു സൈന്യത്തിലെ സ്ത്രീയാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ സ്ത്രീയെ കൊല്ലരുത്? ഏത് മതത്തിലായാലും സ്ത്രീകൾക്ക് നേരെ ആയുധമേന്തരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്തിനാ സ്ത്രീയെ കൊന്നു? കോപാകുലനായി പ്രവാചകൻ. കുറച്ച് കുട്ടികൾ കൊല്ലപ്പെട്ടത് കണ്ട് പ്രവാചകൻ ഇതേപോലെ തന്നെ ഷൗട്ട് ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു, ഇത് അമുസ്ലിങ്ങളുടെ കുട്ടികളല്ലേ? പ്രവാചകൻ ലോകത്തെ പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും ശുദ്ധപ്രകൃതമാണ്. ആരുടെ മകനാണെങ്കിലും അവൻ പരിശുദ്ധനാണ്, അവനെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ലോകത്ത് ഇറാഖും ഫലസ്തീനും ചെച്ചനിയും ബോസ്നിയയും കോസറോവയും ലബനാനും ഗാസയും ഇന്ത്യയിലെ ബോംബെയും ജാൻപൂരും ഗുജറാത്തും മുറാദാബാദും
മാറാടും പൂനാടും വീഞ്ഞവും പൂന്തറയും എല്ലാം കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണുകളാണ്. പ്രവാചക തിരുമേനി യുദ്ധരംഗത്ത് പറഞ്ഞത്, അന്യരെ കൊല്ലരുത്, അവരുടെ സ്ത്രീകളെ കൊല്ലരുത്, അവരുടെ കുട്ടികളെ കൊല്ലരുത്, അവരുടെ വയോവൃദ്ധന്മാരെ കൊല്ലരുത്, അവരുടെ ആരാധനാലയങ്ങളെ നശിപ്പിക്കരുത്, അതുപോലെ അവരുടെ പൊതുമുതലുകൾ നശിപ്പിക്കരുത്, അവരുടെ ജലതടാകങ്ങൾ നശിപ്പിക്കരുത്, അവരുടെ വൃക്ഷങ്ങൾ നശിപ്പിക്കരുത്. യുദ്ധരംഗത്ത് ലോകത്ത് ഇങ്ങനെ പഠിപ്പിച്ച ഒരു ജനപദവും ലോകത്ത് വേറെയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യുദ്ധരംഗം ഇസ്ലാം വളരെ വ്യക്തമാണ്. ഇനി എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജിഹാദ് എന്ന പദം. അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നു എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ ഒരൊറ്റ ഭാഗത്തും നിങ്ങൾക്കാർക്കും ധൈര്യസമേതം ഈ സ്റ്റേജിൽ കിടന്നിട്ട് ഇതാ ഖുർആൻ അമുസ്ലിങ്ങളെ കൊല്ലാൻ പറഞ്ഞു നിങ്ങൾ കാണിക്കാം. അടിസ്ഥാനപരമായി വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ല പലരും. ആരൊക്കെയോ പറഞ്ഞു കേട്ടു, അതപ്പടി തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മിത്രങ്ങളാവില്ല, നമ്മൾ ശത്രുക്കളേ ആവും. വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും അമുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറയുന്ന ഒറ്റ വാക്യമില്ല. ഇല്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പറയുന്നറിയോ, ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വല യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഖുർആനിലെ 60-ാം അധ്യായം 8-ാമത്തെ വചന. ആ വചനത്തിൽ പറയുന്നറിയോ, നിങ്ങളുടെ തൊട്ടയൽപ്പക്കത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങൾ അവരുമായി മൈത്രി ബന്ധത്തിൽ കഴിയാനാണ് ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന, നിങ്ങളുടെ നാടുകളിൽ ജീവിക്കുന്ന അമുസ്ലിങ്ങൾ, ക്രിസ്ത്യാനി, ജൂതൻ, ജൈനൻ, മജൂസി, ഹിന്ദു തുടങ്ങി ഏത് മതത്തിന്റെ വക്താവായാലും അവനോട് മൈത്രി ബന്ധം പുലർത്താനും അൻതബറൂഹും അവന് പുണ്യം ചെയ്യാൻ, അവന് ഭക്ഷണം കൊടുക്കാൻ, അവന് വീടുണ്ടാക്കി കൊടുക്കാൻ, അവന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ, അവന് ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഖുർആൻ മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ്. കണ്ടോ, ബാലേട്ടന് വീട് വെച്ചു കൊടുക്കാൻ, സുരേന്ദ്രന് വീട് വെച്ചു കൊടുക്കാൻ. എനിക്കറിയാം, എന്റെ വീട്ടിൽ വരുന്ന മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷ ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ എന്റെ കൈകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നേരെ മറിച്ച് ക്ഷേത്ര ആരാധനയ്ക്ക് ഞാൻ കൊടുക്കാറില്ല, അതുപോലെ മുസ്ലിം പള്ളി നേർച്ചയ്ക്ക് കൊടുക്കാറില്ല, പ്രവാചകന്റെ ജന്മദിനത്തിന് കൊടുക്കാറില്ല. അത് വേറൊന്നുകൊണ്ടല്ല, അതെന്റെ വിശ്വാസത്തിനെതിരാണ്. നേരെ മറിച്ച് ഒരു ഹിന്ദു പറയാൻ, ക്ഷേത്ര കമ്മിറ്റിയിലെ ഭാസ്കരേട്ടൻ വരികയാണ്, ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ പരിധിയിലുള്ള ഒരു കുട്ടിക്ക് ക്യാൻസറാണ്, മാരക രോഗമാണ്, ആ കുട്ടിയുടെ ക്യാൻസറിന് ചികിത്സയ്ക്ക് നിങ്ങൾ മരുന്നിന് പൈസ തരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ ഞങ്ങൾ തരും, കൊടുക്കും. അതാണ് മാനവികം. അല്ലാതെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതവിശ്വാസങ്ങളും ഒന്നു ചേർന്ന് എല്ലാവരും വ്യത്യസ്ത മതങ്ങൾ സ്വീകരിച്ച് മൈത്രിയാകലല്ല. എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാം, എനിക്ക് നിങ്ങളെ ആദരിക്കാൻ കഴിയാം. അതാണ് മനുഷ്യ സൗഹാർദ്ദം, അല്ലാതെ മതസൗഹാർദ്ദമല്ല. എനിക്ക് ഏകദൈവാരാധകനായ ഞാൻ ബൗദ്ധൈവാരാധകനായിട്ടുള്ള എന്റെ ബന്ധം മാനുഷിക ബന്ധമാണ്, അല്ലാതെ ഞാൻ വിഗ്രഹാരാധന നടത്തലല്ല. ഒരു കള്ളുകുടിയനുമായുള്ള നമ്മുടെ ബന്ധം എന്താ? കള്ളു കുടിച്ചുകൊണ്ടുള്ള മൈത്രി ബന്ധാണോ? ഒരു വ്യഭിചാരിയുമായി നമ്മുടെ ബന്ധം എന്താ? വ്യഭിചരിച്ചുകൊണ്ടുള്ള ബന്ധമാണോ? അല്ല, മറിച്ച് ആ വ്യഭിചാരിയുടെ തിന്മയിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അയാളെ സ്നേഹിച്ച് ആ തിന്മയിൽ നിന്ന് അയാളെ വീണ്ടെടുക്കലാണ്. ഐ എം റൈറ്റ്? വളരെ കൃത്യമാണ്. ഇതാണ് എല്ലായിടത്തും. മതങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന അപാകതകളെ ചൂണ്ടിക്കാണിച്ച് സ്നേഹത്തോടുകൂടി തിരുത്തിക്കൊടുത്ത്, എനിക്ക് നിന്നോട് ഇതേ പറയാനുള്ളൂ, ഞാൻ നിന്നെ നിയന്ത്രിക്കുന്നില്ല, ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞു, ഇനി നിനക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, അല്ലെ? ഇനി നിനക്ക് സ്വീകരിക്കാം, ഇനി നിനക്ക് തള്ളിക്കളയാം, അല്ലെ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ കൃത്യമായി നമ്മൾ ഓർക്കണം, വളരെ പ്രധാനമാണ്. എനിക്ക് നൽകിയ സമയത്തിന്റെ പരിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-8 മിനിറ്റോടെ കഴിഞ്ഞാൽ എനിക്ക് തന്ന സമയം അവസാനിക്കാൻ, അതോടുകൂടെ ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, ഈ 8 മിനിറ്റിനുള്ളിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ഓർക്കണം. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, നമ്മളുടെ ഈ സന്തോഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഏത് നിമിഷവും നമ്മളിൽ ഓരോരുത്തരും ഏത് സമയവും മരിച്ചു പോകാം. ആ മരിക്കുമ്പോ ദൈവം പഠിപ്പിച്ച സാക്ഷാൽ മതം അത് പഠിക്കാൻ നമ്മൾ തയ്യാറാകും. ഇസ്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു ചെറുതായി. ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, എല്ലാ വേദങ്ങളെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുക, വായിക്കുക. അപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്, എല്ലാ മതങ്ങളുടെയും അന്തസാരം ഒന്നായിരുന്നു. അതാണ് കാനന്നാസു ഉമ്മത്ത വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു, ഒറ്റ സമുദായമായിരുന്നു. ആ സമുദായം പിന്നീട് ഭിന്നിച്ചു പോവുകയുണ്ടായത്. അവരെ നമ്മൾ തിരിച്ചു വിളിക്കാൻ ഒറ്റ ദൈവത്തിലേക്ക്, ഏകനായ പടച്ചതമ്പുരാനിലേക്ക്, ലോകത്തിന്റെ സിട്ടാവിലേക്ക്, അവ്യക്തം വ്യക്തി മാപന്യം മാന്യന്തേ മാമബുദ്ധയ
പരംഭാവമജാനന്ദോ മാമാവയമനുത്തമം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വടിയും കൊടയും ചൂടി മനുഷ്യനായി പ്രത്യക്ഷപ്പെടുക എന്നതല്ല, മറിച്ച് ദൈവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച സാക്ഷാൽ മതത്തെ, ആ മതത്തിലെല്ലാം ഉണ്ട്, എല്ലാ നന്മകളുമുണ്ട്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതെന്നുണ്ട്, വിവാഹം കഴിക്കണമെന്നുണ്ട്. ചില ആളുകൾ വിചാരിക്കും വിവാഹം കഴിക്കാതിരിക്കലാണ് മോക്ഷമാർഗത്തിന് നല്ലത്. ഇപ്പൊ ഞാനിവിടെ നീലേശ്വരം ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ സ്വാമിജി പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എന്നോട് എല്ലാവരും ചോദിക്കും എന്താ വിവാഹിതനാകാത്തത്. അതിന് സ്വാമിജി പറഞ്ഞത്, നാളെ ഹർത്താലാണെന്ന് പോലും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് നാളെ എന്താകും അറിയാത്തത് കൊണ്ടാണ്. സ്വാമിജി ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, സ്വാമിജി നിങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുണ്ടാവോ? അച്ഛനും അമ്മയും ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ? അതുകൊണ്ട് അത് ശരിയല്ല സ്വാമിജി, നിങ്ങൾ വിവാഹം കഴിക്കണം. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തണലായി ഭാര്യ ഉണ്ടാവണം. കാരണം ഭാര്യ എന്ന സങ്കല്പം അത് എതിർത്തതല്ല, മോക്ഷത്തിനത് കാരണമാണ്. ഏറ്റവും വലിയ ആധ്യാത്മിക പ്രവാചകൻ മുഹമ്മദ് നബിയായിരുന്നു. 9 ഭാര്യമാരുടെ കൂടെ അദ്ദേഹം ദാമ്പത്യം പങ്കുവച്ചു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നവും. അതുകൊണ്ട് വിവാഹം കഴിക്കണം, ദാമ്പത്യ ജീവിതം ഉണ്ടാകണം. നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം, നല്ല ഭർത്താവണം, നല്ല മകനാവണം, നല്ല മരുമകനാവണം, നല്ല അമ്മായിയാവണം, നല്ല അമ്മോശനാവണം, നല്ല അയൽവാസിയാകണം, എല്ലാരോടും സ്നേഹമുള്ളവരാകണം, തമ്മിൽ തെറ്റുന്നവരാകരുത്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തോടുന്നു. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയുന്നാണ്. അപ്പോ സ്നേഹിക്കാൻ പഠിക്കുക. ഏത് വിശ്വാസാരോ സ്വീകരിക്കട്ടെ, പക്ഷേ മരണത്തിന് ശേഷം ദൈവസന്നിധിയിൽ രക്ഷപ്പെടണമെങ്കിൽ സാക്ഷാൽ ദൈവം അവതരിപ്പിച്ച മതം, ആ മതം ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ പരിശോധിക്കണം, പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ഇസ്ലാമിക പ്രബോധനങ്ങൾ നിങ്ങളുടെ ഈ പരിസരത്തൊക്കെ നടക്കാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലെ മെമ്പറാണ് ഞാൻ. നിങ്ങൾക്കറിയാലോ, ഈ വീരപുത്രൻ എന്നൊരു സിനിമ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് പി ടി കുഞ്ഞുമുഹമ്മദ് എന്ന മുസ്ലിം നാമധാരി എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിലെ വീരപുത്രൻ എന്ന് പറയുന്ന ആള് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറഞ്ഞ മനുഷ്യനാണ്, കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായി അക്കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സേനാനികളിൽ പ്രഗത്ഭനായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തെ പഠിക്കാത്ത ഒരാളുമില്ല. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏറെ അറിയാം അല്ലെ? ആ രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഈ മൊയ്ദ് മൗലവി തുടങ്ങിയ ഒരു വലിയ നേതാക്കന്മാർ, ബ്രിട്ടീഷുകാർ വഹാബി മൂവ്മെന്റ് എന്ന് വിളിച്ച മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്യാറില്ല, ഞങ്ങൾക്ക് റാലിയില്ല, നബിദിന റാലികളില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച ഒറിജിനൽ മതത. ഇവിടെ കേരള യാത്ര മാനവികത എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പല ഉസ്താദുമാരുടെയും. അവതരിപ്പിക്കുന്നത് സാക്ഷാൽ ദീനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സാക്ഷാൽ മതം ഏകദൈവത്തെ മാത്രം ആരാധിച്ചു, ആർക്കും പ്രത്യേകതയില്ല. ആളുകൾ വലിയ അഹങ്കാരങ്ങൾ അടിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ വലിയ ആളുകളാണ് എന്ന നിലയിൽ നമ്മൾ ദൈവത്തിന്റെ അടിമകളാണ്. എത്ര വിനീതപ്പെടാൻ കഴിയുമോ അതാണ് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ സൃഷ്ടാവിന്റെ അടിമകൾ, മനുഷ്യർ പരസ്പരം സ്നേഹിതന്മാർ, അറിഞ്ഞും കൊടുത്തും. നിങ്ങൾക്കറിയാലോ, പ്രവാചകൻ പറഞ്ഞു, നിന്റെ അയൽവാസി അവന്റെ ജാതി മതവും നോക്കാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ല, അവൻ പട്ടിണി കിടക്കരുത്. നീ ബഷീറെ നിന്റെ വീട്ടിൽ ബിരിയാണിയും നെയ്ച്ചോറും പച്ചക്കറിയും ഒക്കെ അടിക്കുമ്പോ നിന്റെ അയൽവാസി മാധവേട്ടൻ പട്ടിണി കിടക്കുമ്പോ നീ നോക്കണം. എന്നിട്ട് മാധവേട്ടന് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടല്ലാതെ നീ ഭക്ഷിക്കാൻ പാടില്ല. നീ ഒരാളെ കാണുമ്പോ ചിരിക്കുക, പുഞ്ചിരിക്കുക, അത് ദാനമാണ്. ഹസ്തദാനം ചെയ്യുക, അത് ദാനമാണ്, ദൈവത്തിൽ നിന്നുള്ള പുണ്യത്തിന് കാരണമാണ്. ഒരാളുടെ പ്രയാസം ചോദിച്ചറിയാം, ഇതെല്ലാം മതത്തിന്റെ കാതല. നിങ്ങൾക്കറിയുമോ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ മരണാനന്തര ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ വിചാരണകളിൽ ഒന്നെന്താ അറിയോ? ദൈവം പറയുന്നതായി പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഞാൻ പട്ടിണി കിടന്നു. ദൈവം പറയാൻ, അടിമയോട് പറയാൻ, ഞാൻ പട്ടിണി കിടന്നു. അപ്പോ ശിഷ്യൻ അടിമ ചോദിക്കാൻ, ദൈവമേ നിനക്ക് പട്ടിണിയോ? അപ്പൊ ദൈവം പറയും, അതെ, നിന്റെ അയൽവാസി പട്ടിണി കിടന്നില്ലേ സുരേന്ദ്രൻ, നീ ആ സുരേന്ദ്രന് ഭക്ഷണം കൊടുത്തോ? അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ നിനക്കെന്നെ അവിടെ കാണാമായിരുന്നു. നോക്കണം, നിനക്കെന്നെ അവിടെ കാണാമായിരുന്നു. വീണ്ടും ദൈവം പറയും, ഞാൻ ദാഹിച്ചു, എനിക്ക് നീ വെള്ളം തന്നില്ല, നീ എനിക്ക്. അപ്പൊ ദൈവത്തോട് ചോദിക്കും, നിനക്ക് ദാഹമോ? അപ്പൊ പറയും, ഇതാ തമിഴ്നാട്ടിലെ പാവം പിടിച്ച നിന്റെ സഹോദരൻ അല്ലെ, നമ്മുടെ നാട്ടിൽ ഏറെ അധ്വാനിക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും മക്കൾ,
നമ്മുടെ ഇക്കാക്കമാർ, നമ്മുടെ ജ്യേഷ്ഠന്മാർ, അവര് അയ്യാ പസിക്കിത് സാപ്പാട് കൊടുങ്കയ്യ എന്ന് പറയുമ്പോ അവരെ ആട്ടി ഓടിക്കൻ, തണ്ണി ഊറ്റുകയ്യ എന്ന് പറയുമ്പോ അവരെ ആട്ടി ഓടിക്കൻ. അവിടെ ഖുർആൻ പറഞ്ഞു ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത്, നിരാശപ്പെടുത്തരുത്, അവർക്ക് കൊടുത്തേക്കണം. നന്മയാണ്. ഒരാൾ കള്ളുടിക്കാൻ പൈസ വയ്ക്കാനെ കൊടുക്കണമെന്നല്ല, ഒരാൾ വ്യഭിചരിക്കാൻ പൈസ വെച്ചാൽ കൊടുക്കണമെന്നല്ല, ഒരാളെ കൊല്ലാൻ കടാര വാങ്ങാൻ പൈസ വെച്ചാൽ കൊടുക്കണമെന്നല്ല. നല്ലതായി ആര് നിങ്ങളോട് എന്തെന്ന് അവകാശപ്പെട്ടാലും, നോക്കൂ, കമ്മ്യൂണിസ്റ്റ് ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ലോകത്ത് വന്നിട്ട് എത്രയും 100-200 കൊല്ലത്തിന്റെ താഴെയുള്ള ചരിത്രമല്ലേ. നേരെ മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറയാണ്, ഏത് തൊഴിലാളിയാകട്ടെ അവന്റെ ശരീരത്തുനിന്ന് വേർപ്പ് പറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുക്കണം. വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണം. ഭാരിച്ച ജോലി ഏൽപ്പിച്ച നീ അവനെ സഹായിക്കണം. സ്ഥിരമായിട്ട് നിന്റെ കയ്യിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി നീ അവനെ ഭക്ഷിപ്പിക്കണം. നിന്റെ കൈ കൊണ്ട് ഒരു ഉരുള ഭക്ഷണം അവന്റെ വായിൽ വെച്ചു കൊടുക്കണം. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടൊരു മതം ഇത് കലാപമാണോ? ആണോ? ജൂതന്റെ ശാമഞ്ചം കൊണ്ടുപോയപ്പോ പ്രവാചകൻ എഴുന്നേറ്റുന്നു. അനുയായികളെ ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അത് ഒരു ജൂതന്റെ ബോഡിയല്ലേ? ആ ജൂതന്റെ ബോഡി നിങ്ങൾ എന്തിനെ ആദരിക്കണം? ആ ജൂതന്റെ ബോഡി നിങ്ങൾ എന്തിനാ ആദരിക്കുന്നത്? പ്രവാചകന്റെ ഉടനെ ചോദ്യം, ജൂതൻ മനുഷ്യനല്ലേ? വല്ലാത്തൊരു ചോദ്യമാണ്. ജൂതൻ മനുഷ്യനല്ലേ? ഹിന്ദു മനുഷ്യനല്ലേ? RSSും ബജ്രംഗദളും ശിവസേനയും മനുഷ്യരല്ലേ? NDFും മുസ്ലിമും ലീഗും അതുപോലെ തബ്ലീഗും ജമാഅത്തും സുന്നിയും മുജാഹിദും മനുഷ്യരല്ലേ? പ്രൊട്ടസ്റ്റന്റുകാർ, പിന്നെ ഇവിടുത്തെ ക്രൈസ്തവരിൽപ്പെട്ട കത്തോലിക്കനും അതുപോലെ തന്നെ ബാക്കിയുള്ള വാന്തര വിഭാഗങ്ങളും അവരൊക്കെ മനുഷ്യരല്ലേ? അല്ലേ? അങ്ങനെ മനുഷ്യരല്ലേ എന്ന് ചിന്തിക്കാൻ, മനുഷ്യരെന്ന നിലക്ക് സ്നേഹിക്കാൻ, മതവിശ്വാസം നിങ്ങളുടെ മോചനമാണ്. അതുകൊണ്ട് നിങ്ങൾ സാക്ഷാൽ ദൈവിക മതം തന്നെ സ്വീകരിക്കണം. അത് സ്വീകരിക്കുമ്പോഴാണ് മോക്ഷം ഉണ്ടാവുക. അതെന്തെന്ന് പഠിക്കണം. അറിയാലോ, ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും കൊടുത്തുള്ള അങ്ങനെയാണ്, പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. അപ്പോ ഓം അസതോമാ സദ്ഗമയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യം നോക്കൂ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക്, നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ മരണാനന്തര ജീവിതത്തിലേക്ക്. ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് നമ്മളൊക്കെ ഇതുപോലെ, അന്ന് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയും, എനിക്ക് നിങ്ങളെ തിരിച്ചറിയാൻ കഴിയും. അയൽവാസികളെല്ലാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ, അന്ന് മനുഷ്യർ ദൈവത്തിന്റെ സന്നിധിയിൽ വരും. അവർ ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനവര് പുണ്യം കിട്ടും. അതിനവര് രക്ഷപ്പെടണമെങ്കിൽ ഏകദൈവാരാധന മസ്റ്റാണ്. ഏകദൈവത്തെ വിട്ട് സൃഷ്ടികളെ ആരാധിച്ചാൽ നരകത്ത് പോകും. നിങ്ങൾക്കറിയാം, കെ പരമേശ്വരൻ പിള്ള, ഞാൻ അവസാനം പറയുന്ന വാക്കതാ, കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത്രയുള്ളൊരു പുസ്തകം, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ പ്രസിദ്ധീകരണാലയത്തിന്റെ പേര് പറഞ്ഞ ഞാൻ. ഈ ഹിന്ദുധർമ്മ പരിചയം എന്ന പുസ്തകം കെ പരമേശ്വരൻ പിള്ള, അതിന്റെ 21ാമത്തെ അധ്യായം, ചാപ്റ്റർ 21, നിങ്ങൾ നോക്കൂ. പിന്നെ 148ാമത്തെ വചനം, 148ാമത്തെ പേജ്, അതിലെ 3ാമത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫിലെ 1-2 വരികൾ കെ പരമേശ്വരൻ പിള്ള പറയാണ്, ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. എല്ലാവരും സമ്മതിച്ചു അല്ലേ? എല്ലാവരും സമ്മതിച്ചു. എന്നിട്ട് പറയണത്, ഒരു പുൽക്കൊടി നീക്കാൻ പോലും സാക്ഷാൽ അല്ലാഹു ദൈവം അവൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരു ദേവിക്കും ദേവനും കഴിയില്ല എന്നാണ്. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്നത്. ആണോ? ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദൈവം കഴിവ് കൊടുക്കണോ? പിന്നെ എന്തിനാ ആ കഴിവ് കൊടുത്ത ദേവിനോട് ചോദിക്കണേ? ആ കഴിവ് സപ്ലൈ ചെയ്ത ദൈവത്തോട് ചോദിക്കുക. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം എന്താ പറഞ്ഞത്? സൂര്യനെ അല്ലേ ആരാധിക്കേണ്ടത്, സൂര്യനെ സൃഷ്ടിച്ചവനെ ആരാധിക്കുക അല്ലേ? ONV കുറിപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ള കവിത എഴുതി. കവിതക്കാണോ അവാർഡ്? ONV കുറിപ്പിനാണോ? ONV കുറിപ്പിനെ സ്റ്റേജിലിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ കവിത അവിടെ ഒരു ബോർഡിൽ എഴുതി. ആ ബോർഡിലാണോ മാല ചാർത്തുക? അല്ല, ONV കുറിപ്പിന്റെ കഴുത്തിലാണ്. അല്ലേ? സൂര്യനെ സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത്.
അല്ലേ? സ്നേഹനിധിയായ അമ്മയെ തന്ന സിട്ടാവിനെയാണ് ആരാധിക്കേണ്ടത്. ഈ ഭൂമിയെ നമുക്ക് തന്ന ആ ദൈവത്തെ, ബൈബിളിലെ ഒരു സബ്ഹെഡിങ് തന്നെ അതാണ്, പ്രകൃതി ശക്തികളെ വണങ്ങരുത്, സൂര്യനും ചന്ദ്രനും ദൈവത്തിൻ്റെതാണ്, അതുകൊണ്ട് നിങ്ങൾ അത് നൽകിയ ദൈവത്തെ ആരാധിക്കുക. ومن آياته الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്. ഇതെല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ഒരു കാല് വെച്ച് കുത്തുമ്പോ ഓ ഈശ്വര അല്ലാഹുവേ ഉടയ തമ്പുരാനെ എന്ന് വിളിക്കില്ലേ, ആ ഉടയ തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കുക? മുഹമ്മദ് നബിയെ രക്ഷിക്കണേന അല്ല, യേശുക്രിസ്തുവെ രക്ഷിക്കണേന അല്ല, ഗുരുവായൂരപ്പാകാക്കണേന അല്ല, പിന്നെയോ ഇവരെ ഒക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വര, സൂര്യചന്ദ്രന്മാരുടെ സാക്ഷാൽ അല്ലാഹുവേ, പ്രപഞ്ചത്തിന്റെ നാഥ, നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എനിക്ക് ഹൃദയം തന്ന, എനിക്ക് കൈ നൽകിയ, എനിക്ക് കാത് നൽകിയ, എനിക്ക് കണ്ണ് നൽകിയ, എനിക്ക് സെറിബ്രവും സെറിബല്ലവും നൽകിയ സാക്ഷാലില സൂര്യനും ചന്ദ്രനും നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്ന സാക്ഷാൽ ദൈവം, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാകുന്നു നിങ്ങളുടെ ദൈവം. മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി ഒരു ഇന്ദ്രിയത്തുള്ളിയെ രക്തപിണ്ഡമാക്കി മാറ്റി, ആ രക്തപിണ്ഡത്തെ സൈക്കോട്ടാക്കി, അതിന് മാംസം കൊണ്ട് കവർ ചെയ്തു, ആ മാംസത്തെ അസ്ഥി കൊണ്ട് പൊതിഞ്ഞു, ആ അസ്ഥിയെ വീണ്ടും ഇതുപോലെ തൊലി കൊണ്ട് പൊതിഞ്ഞ് ഒരു നല്ല മനുഷ്യനാക്കി. വല്ലാഹു അഖ്റജകും ബിബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന്, അല്ലേ, എന്റെ ലില്ലി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ നിന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ സുരേഷിനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അതെ, എന്റെ ഏറ്റവും പ്രിയങ്കരനായ എന്റെ കൂടെ പഠിച്ച എന്റെ ബാലനെ, ആ ബാലന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏതൊരു ദൈവമാണോ രൂപപ്പെടുത്തിയത് ആ ദൈവമാണ് ആരാധനക്കർഹൻ, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അങ്ങനെ ആരാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. ഇതെനിക്ക് പറയേണ്ട ബാധ്യതയുണ്ട്. ഒരു ടൂ വീലറിന്റെ സ്റ്റാൻഡ് തട്ടാതെ പോകുമ്പോ അവന്റെ ജാതി മതം നോക്കി പോയി തൊലയട്ടെ, മരിക്കട്ടെ എന്ന് വിചാരിക്കാൻ എനിക്ക് കഴിയില്ല. കഴിയോ? ഉടനെ വിളിച്ചു പറയും, ഏയ് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം. പറയില്ലേ? എല്ലാരും പറയും. ഒരാള് പൊട്ടക്കിണറിലേക്ക് ഒരു അന്തം വീഴാൻ പോകുന്നു, അവന്റെ ജാതി മതം നോക്കാൻ പാടുണ്ടോ? അവനോട് പറയാ പാടില്ല. അതുപോലെ എന്റെ ഈ സദസ്സിലിരിക്കുന്ന ആയിരങ്ങളെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്നു മുതൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കുക. അത് മാത്രമാണ് മോക്ഷത്തിനുള്ള മാർഗം. അതാണ് ലൈറ്റ് ഓഫ് ട്രൂത്തിൽ ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അത് മാത്രമാണ് മനുഷ്യരെ പഠിപ്പിച്ച്. പ്രവാചകന്മാരെ ആരാധിക്കരുത്, മഹാന്മാരെ ആരാധിക്കരുത്, ദേവന്മാരെയും ബീവിമാരെയും ആരാധിക്കരുത്. സാക്ഷാൽ ഇതെല്ലാം നൽകിയ ഈ ലോകത്ത് സൃഷ്ടിച്ച് സംഭരിക്കുന്ന ആ സാക്ഷാൽ പടച്ചോനെ നിങ്ങൾ നോക്ക്. സായിബാബ മരിച്ചു, ബഹുമാന പുരസ്സരം ഞാൻ പറയട്ടെ, അദ്ദേഹം മരിച്ചപ്പോ സൂര്യൻ നിന്നോ ചന്ദ്രൻ നിന്നോ? എന്തെങ്കിലും ഒരു പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്ക് വല്ല വ്യത്യാസം ഉണ്ടായോ? ഞാനൊരു കാർ ഓടിച്ചിട്ട് ഞാൻ മരിച്ചാൽ, സൈലന്റ് അറ്റാക്ക് ആയാൽ ആ കാർ പിന്നെ മുന്നോട്ട് പോവോ? അതേതെങ്കിലും ഒരു കൊക്കയിൽ പോയി വീഴും, അല്ലെങ്കിൽ റോഡിലെ ഒരു മരത്തിൽ ഇടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിലേക്ക് കയറി ചെല്ലും, അല്ലെ കടത്തുണ്ടയിലേക്ക് കയറിയത് അവിടെ അവസാനിക്കും, അല്ലേ? സായിബാബ കൺട്രോൾ ചെയ്താണ് സൂര്യനെങ്കിൽ സായിബാബ മരിക്കുന്നതിനോടുകൂടി സൂര്യൻ നിൽക്കൂലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ശ്രീരാമൻ ഇല്ലെങ്കിലും യേശുക്രിസ്തു ഇല്ലെങ്കിലും മുഹമ്മദ് നബി ഇല്ലെങ്കിലും ഒരു മനുഷ്യരില്ലെങ്കിലും ഈ സൂര്യനും ചന്ദ്രനും മറ്റൊരാൾ നിയന്ത്രിക്കുന്നുണ്ട്, അല്ലേ? ആ നിയന്ത്രിക്കുന്ന നിയന്താവിനെ, സാക്ഷാൽ അല്ലാഹുവിനെ, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും സുമ്മ ഇലൈ, ആ പടച്ചവൻ നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാഅ സബ്ബ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമില്ലേ, എന്തെന്ത് ഭക്ഷണങ്ങൾ, എന്തെന്ത് വ്യത്യാസങ്ങൾ, എന്തെന്ത് ഫ്രൂട്ടുകൾ, ഇതെല്ലാം തന്ന സാക്ഷാൽ ദൈവം. മഴ ചൊരിഞ്ഞ് ഭൂമിയെ വളർത്തി സസ്യങ്ങൾ വളർത്തി നിങ്ങളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക. അതിലേക്ക് ക്ഷണിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി നല്ലൊരു കച്ചവടക്കാരനായി, നല്ലൊരു മകനായി, നല്ലൊരു മരുമകനായി ജീവിതത്തിന്റെ എല്ലാ രംഗവും പ്രവാചകൻ പൂരിപ്പിച്ചു. രാജ്യം ഭരിച്ചു, മദ്യമുക്തമായ രാജ്യം. അത് സങ്കല്പമായിരുന്നു ഗാന്ധിജിയുടെ. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയ ഒരേ ഒരു നേതാവ് മുഹമ്മദ് നബി, അല്ലെ? വേശ്യാലയമില്ലാത്ത ലോകത്തിലെ ഏക നാട് അതായിരുന്നു സൗദി അറേബ്യ. പലിശാലയമില്ലാത്ത ലോകത്തിലെ ഏക നാട് അതാണ് സൗദി അറേബ്യ. കാരണം ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസം പറഞ്ഞതാ, ലിംഗച്ഛേദ ശിഖാഹീന. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു പ്രവാചകൻ വരും.
മുഹമ്മദ് എന്ന പേരിൽ ഖ്യാതി നേടും. എല്ലാ വേദത്തിലും പ്രഖ്യാപിച്ച ആ പ്രവാചകൻ, ഒടുവിലത്തെ പ്രവാചകൻ കൽക്കിയുടെ മാതാവിന്റെ പേര് സുമിത എന്നായിരുന്നു. അച്ഛന്റെ പേര് അറിയാലോ, എല്ലാവർക്കും അറിയാലോ, വിഷ്ണു ഭഗത് എന്നായിരുന്നു. വിഷ്ണു എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവത്തിന്റെ അടിമ. അള്ളാഹു അബ്ദുള്ള എന്നായിരുന്നു പ്രവാചകന്റെ ബാപ്പാന്റെ പേര്, അബ്ദുള്ള. ആമിന എന്നായിരുന്നു. ആമിന എന്ന് പറഞ്ഞാൽ സുമിതയുടെ സംസ്കൃതത്തിന്റെ അറബി ആമിന, ഭയമില്ലാത്തവൾ, നിർഭയത്വമുള്ളവൾ. അതെ, 4 ആളുകളാൽ ആ പ്രവാചകൻ ശക്തി പ്രാപിക്കുന്നു പറഞ്ഞു അല്ലെ. കൽക്കി അവതാരത്തിന്റെ പിതാവ് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോകും, മാതാവ് ജനിച്ചോടനെ. ഇതെല്ലാം ഒത്തുവന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ നിങ്ങൾ പഠിക്കണം. ഞാൻ ആരെയും ഇവിടെ ഫമൻ ഷാ ഫൽയുമിൻ വമൻ ഷാ ഫൽയക്ഫുർ ഇതൊന്നും അടിച്ചേൽപ്പിക്കല്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. മതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, വേദങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നിങ്ങളറിയാലോ, ഞാനിവിടെ ഒരുപാട് വേദങ്ങൾ ഉദ്ധരിച്ച എല്ലാ വേദങ്ങളുടെ പേരും അധ്യായ നമ്പറും വചന നമ്പറും പറഞ്ഞു. ഇനി നിങ്ങൾ പഠിക്കുക, ഇനി നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മദ്യപാനം വർദ്ധിക്കുന്നു, എല്ലാ വേദങ്ങളും അതിനെ എതിർത്തു. നിങ്ങൾക്കറിയാലോ, ഏത് നാട്ടിലും ഇവിടെ ഒരു ഉത്സവം നടന്നാൽ നിങ്ങൾ ചിന്തിക്കണം. ആ ഒരു പോയിന്റ് ആയിട്ട് പറയാ, കുറ്റപ്പെടുത്തില്ല. ഈ ഉത്സവം കഴിഞ്ഞാൽ ഈ നാട്ടിൽ മദ്യപാനം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? ഈ നാട്ടിൽ വ്യഭിചാരം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ? ഈ നാട്ടിൽ അമ്മയെ ആദരിക്കുന്ന മക്കൾ വർദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിനും നമ്മുടെ പള്ളി ഉത്സവങ്ങൾക്കും നമ്മുടെ നേർച്ചകൾക്കും എന്തോ തകരാറുണ്ട് എന്നാ പറഞ്ഞത്. ഇതൊരു പ്രദർശനം മാത്രമായി പോയി. മറിച്ച് ഒരു ഉത്സവം കഴിയുമ്പോ മനുഷ്യൻ നന്നാവണം. ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത മനുഷ്യൻ പിരിഞ്ഞു പോകാൻ നന്നാവണം. അപ്പൊ നിങ്ങൾക്കറിയാലോ, വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരികയത്. ഖുർആനിലെ 17-23 അച്ഛനോടും അമ്മയോടും അവർ വാർദ്ധക്യത്തിലെത്തിയാൽ ചേ എന്ന് പോലും പറയരുത്. അച്ഛനോടും അമ്മയോടും ചേ എന്ന് പറയരുത് എന്ന് ഖുർആനിൽ എത്ര സ്ഥലത്താ പറഞ്ഞെന്നറിയോ? 2-ാം അധ്യായം 83-ാമത്തെ വചനം, 4-ാം അധ്യായം 36-ാമത്തെ വചനം, 6-ാം അധ്യായം 151-ാമത്തെ വചനം, അതുപോലെ 31-ാം അധ്യായം 13-14 വചനങ്ങൾ, 46-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ, 29-ാം അധ്യായം 8-ാമത്തെ വചനം. ഇതിലെല്ലാം പറയുന്നത് അച്ഛനോടും അമ്മയോടും എന്ന് പോലും പറയരുത്. ഖുർആൻ എങ്ങനെയാ പഠിപ്പിച്ചേ? ഈ പ്രസംഗം കേട്ടിട്ട് ഇവിടെ നിന്ന് മാധവം മടങ്ങിപ്പോണം, അമ്മയോട് മാപ്പ് പറയാൻ, അച്ഛനോട് മാപ്പ് പറയാൻ. 10 മാസം മുമ്പ് പ്രസവിച്ച ഒരമ്മയുടെ വിലാപം അറിയാൻ. ഇസ്ലാമിലെ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്നറിയോ നിങ്ങൾക്ക്? അന്യനെ കൊല്ലലല്ല. പ്രവാചകന്റെ സന്നിധിയിൽ അനുയായി വന്നിട്ട് പറയാണ്, ഞാൻ ആയുധമേന്തി യുദ്ധം ചെയ്യാൻ പോവാണ്. പ്രവാചകന്റെ ചോദ്യം, അല്ല വാർദ്ധക്യത്തിലെത്തിയ അച്ഛനും അമ്മയുണ്ടോ, ബാപ്പയും ഉമ്മയുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ ഈ വിദ്വാൻ പറയാ, ഈ യുവാവ് പറയാൻ, അതെ. അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ദൈവത്തിൽ നിന്ന് പുണ്യം ലഭിക്കാനാണോ സായുധ ജിഹാദ് നടത്തുന്നത്? അതെ. അപ്പൊ പ്രവാചകൻ പറയണം, അതിനേക്കാൾ വലിയ ജിഹാദ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, ഇസ്ലാമിലെ വലിയ ജിഹാദ് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അങ്ങൊന്ന് പറഞ്ഞു തന്നാലും വാർദ്ധക്യത്തിലെത്തിയ നിന്റെ അച്ഛനെ അമ്മയെയും സംരക്ഷിക്കും, അവരെ വാരിയെടുക്ക്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്ക്. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, അമ്മമാരോടാണ് ഞാൻ പറയുന്നത്. ഈ അമ്മമാരോട്, ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട്, നിങ്ങളുടെ ഭാവി അവതാളത്തിലാകാതിരിക്കാൻ വൃദ്ധസദനങ്ങൾ ഏറ്റവും വർദ്ധിച്ചു വരുന്നത് ഒന്ന് തിരുവനന്തപുരമാണ്, പിന്നെ ആലപ്പുഴയാണ്, കോട്ടയമാണ്. വൃദ്ധസദനം ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിലാണ്. നമ്മൾ ഏതൊരു ജില്ലയെ കുറ്റപ്പെടുത്തും നിങ്ങൾ അറിയുക, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. കാരണം ഖുർആൻ ഏറ്റവും ശക്തമായി പറഞ്ഞു, അച്ഛന്റെയും അമ്മയുടെയും കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിലാണ് ദൈവത്തിന്റെ ഇഷ്ടം. കണ്ടോ, അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിലാണ് ദൈവത്തിന്റെ ഇഷ്ടം, അച്ഛന്റെയും അമ്മയുടെയും വെറുപ്പിലാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അമ്മയെയും അച്ഛനെയും ധിക്കരിച്ചു പോകുന്ന മക്കളെ അതാണ് മതം പഠിപ്പിച്ച്, അതാണ് ഇസ്ലാം പഠിപ്പിച്ച്. സ്വന്തം അച്ഛനെയും അമ്മയും വാരിയെടുക്കൽ, സംരക്ഷിക്കൽ. അല്ലേ ഞാൻ എന്റെ ഉമ്മ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്, എല്ലാ 1.5 ഞാൻ ചെല്ലാൻ ശ്രമിക്കും, എന്നാലും എനിക്ക് മനസ്സിന് വിഷമമാണ്. എന്റെ കടപ്പാട് നിർവഹിച്ചില്ലേ? എനിക്ക് 5 പെൺകുട്ടികളുണ്ട്, ഭാര്യ പ്രസവിച്ചു കിടക്കുന്നു, അതിനെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലേ എന്ന് തോന്നും. സ്നേഹമാണ് ലോകത്തിന്റെ കാതൽ. മതം പഠിപ്പിച്ചത് അതാണ്. പെൺകുട്ടികളെ ജീവനോട് കുഴിച്ചു മൂടരുതേ എന്ന് 6 സൂക്തങ്ങളിലൂടെ ആ ഖുർആൻ പഠിപ്പിച്ച്, ഭ്രൂണഹത്യ ചെയ്യല്ലേ എന്ന് 6 സൂക്തങ്ങളിലൂടെ ആ ഖുർആൻ പഠിപ്പിച്ച്. നിങ്ങൾ പഠിക്കണം. നിങ്ങളോട് എനിക്ക് പറയാൻ, ഈ പ്രോഗ്രാമിന് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരാ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, നിങ്ങളാ ക്ഷണിച്ചത്. നിങ്ങളുടെ ക്ഷണം ഒരിക്കലും പായാവുകയില്ല.
എന്റെ പ്രസംഗം ഒരിക്കലും നിങ്ങൾക്ക് വെറുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ നിങ്ങളിൽ ഒരു മനുഷ്യൻ മാത്രമാണ്. എനിക്ക് എന്റെ വേദനകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാൻ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ ഒരുങ്ങുമ്പോ ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്യാനുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തവരോട്, യുവാക്കളോട് മദ്യപിക്കരുത്. പാവമാണ്. ഭാര്യ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, അമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അമ്മ നമ്മളെ പേടിച്ച് ഓടി ഒളിക്കരുത്. അമ്മയുടെ നാവിക്ക് ചവിട്ടരുത്. അമ്മയെ കെട്ടിയിട്ട് സ്വന്തം കൂട്ടുകാരന് ബലാത്സംഗം ചെയ്യാൻ കൊടുത്ത കട്ടപ്പനയിലെ യുവാവിന്റെ ചിത്രം ചാനലുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മതപരമായ പ്രശ്നങ്ങളിൽ പോലീസുകാരുമായി ബന്ധപ്പെട്ടപ്പോ SI എന്നോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ വരണ്ട. ഇന്ന് 3-4 വയസ്സുള്ള ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്ത ഒരു വിദ്വാനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓനെ വിചാരണ ചെയ്യുന്ന ദിവസമാണ് കഴിഞ്ഞ ആഴ്ച. ഞാൻ പറയുന്നത് 4 വയസ്സുള്ള പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഒരു പെണ്ണിന് സ്വതന്ത്രമായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയുണ്ടായി? പെണ്ണിനെ സംരക്ഷിക്കാൻ മോളെ എന്തിനാ നീ കുഴിച്ചു മൂടപ്പെട്ടത്? മോളെ എന്തിനാ നീ മാറിടം പിച്ചു ചീന്തപ്പെട്ടത്? മോളെ എന്തിനാണ് കശാപ്പുകാരന്റെ കത്തി നിന്നെ വെട്ടി മുറിച്ചു കളഞ്ഞത് ഗർഭപാത്രത്തിൽ വെച്ച്? ഞാനിവിടെ ഇരിക്കുന്ന അമ്മമാരോട് ഒരു കാര്യം പറയട്ടെ. 2 വയസ്സുള്ള കുട്ടി മുറ്റത്ത് കളിക്കുമ്പോ ഒരു പക്ഷേ അവനെ പാമ്പ് കടിക്കാം, ഒരു പക്ഷേ അവന് ചെന്നായ കടിക്കാം, ഒരു പക്ഷേ കള്ളനവനെ മോഷ്ടിക്കാം, ഒരു പക്ഷേ അവന്റെ കഴുത്തിൽ ആഭരണം കള്ളന്മാർ അപഹരിക്കാം. പക്ഷേ ചേച്ചി, അമ്മേ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ കുട്ടി കിടന്നപ്പോ കള്ളന് മോഷ്ടിക്കാൻ കഴിയില്ല, പാമ്പിന് കടിക്കാൻ കഴിയില്ല. എന്നിട്ടും നിങ്ങൾ കൊണ്ടുപോയി ഭ്രൂണഹത്യ ചെയ്തില്ലേ, പാപം ചെയ്തില്ലേ? നിങ്ങളോട് ദൈവം ചോദിക്കില്ലേ? അതുകൊണ്ട് ചെയ്യരുത് എന്ന് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ. പെൺകുട്ടികളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർക്ക് ആത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിക ദർശനം അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ. എന്റെ ബാധ്യത, ദൈവം എന്നിൽ ഏൽപ്പിച്ച ബാധ്യത, നീ അറിഞ്ഞ ഈ സത്യം മൂടി വെക്കാതെ പറയാൻ എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്തിനു നിങ്ങളെ പേടിക്കണം? ദൈവത്തിന്റെ വായു ശ്വസിച്ച്, ദൈവത്തിന്റെ വെള്ളം കുടിച്ച്, ദൈവം തന്ന നാവ് കൊണ്ട് സംസാരിക്കുന്ന എനിക്ക് എങ്ങനെ മനുഷ്യരെ പേടിക്കാൻ കഴിയും? ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടേണ്ട കാര്യം എനിക്കുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? നമുക്കാർക്കെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷാൽ ദൈവിക മതത്തിന്റെ ഒരു സംക്ഷിപ്തം ഇവിടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് നിങ്ങളോട് എനിക്ക് അപേക്ഷിക്കാനുണ്ട്. ഇനിയും നിങ്ങൾക്ക് സമ്മേളനം വരും. അന്ന് നിങ്ങൾ എന്നെ വിളിക്കുക, വ്യത്യസ്ത വിഷയങ്ങൾ നിങ്ങൾ നൽകുക. ഞങ്ങൾക്കറിയാവുന്ന വിജ്ഞാനങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരും. ഒരപേക്ഷയുണ്ട് എനിക്ക്. സംഗീതവും വാദ്യോപകരണങ്ങളുമായി വെറും ബഹളമയമായി ക്ഷേത്രോത്സവങ്ങളും ചർച്ചകളും ഒന്നും അവസാനിക്കാൻ പാടില്ല. മനുഷ്യർക്ക് സാരോപദേശം കൊണ്ട് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രോഗ്രാമുകൾക്ക് ഇനിയുള്ള കാലം പ്രാധാന്യം കൊടുക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കുറെ ശബ്ദം കേട്ടാ മനുഷ്യർ നന്നാവില്ല. മനുഷ്യർക്ക് വിജ്ഞാനം കിട്ടണം, അല്ലേ? തഹർജ, നിൽക്കവിടെ എന്ന് പറഞ്ഞ ശ്രീബുദ്ധനോട് ഒരു കൊള്ളക്കാരൻ. ശ്രീബുദ്ധൻ നിന്നിട്ട് കൊള്ളക്കാരന്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു, ഞാൻ നിന്നു, നീ എപ്പോഴാ നിൽക്കുക? നീ എപ്പോഴാ നിൽക്കാന്ന് ചോദിച്ചാൽ നിന്റെ ഈ ക്രൂരത എപ്പോഴാ നിർത്തുക? ഉപദേശിക്കുമ്പോഴാ നന്നാവുക, പ്രസംഗിക്കുമ്പോഴാ നന്നാവുക. പാട്ട് കേട്ട മനുഷ്യൻ നന്നാവൂല. യേശുദാസ് കേട്ടോ? നിങ്ങൾ യേശുദാസ് പറഞ്ഞത് കേട്ടോ? യേശുദാസ് പറയാൻ, എനിക്ക് മടുത്തു, എന്റെ സംഗീത ജീവിതം മടുത്തു, എന്റെ സംഗീതം എനിക്ക് ഒന്നും നൽകിയില്ല. യേശുദാസ് പറയാൻ, കണ്ണുണ്ടായിട്ട് അന്ധനെ പോലെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാനതുകൊണ്ട് എന്റെ ഭാര്യ എന്നോട് പിണങ്ങരുത്, എന്റെ മക്കൾ എന്നോട് പിണങ്ങരുത്, ഞാൻ വാനപ്രസ്ഥത്തിന് പോകാൻ എന്ന് പറഞ്ഞാൽ ജീവിതം ഇതുകൊണ്ടൊന്നുമല്ല. ഈ സംഗീതം കൊണ്ടൊന്നും ലോകം നന്നാവില്ല. മനുഷ്യൻ ഉപദേശിക്കുക. അപ്പൊ നിങ്ങളൊക്കെ, ഞാൻ ഈ ഗ്രൗണ്ടിൽ കയറുമ്പോ ഈ ഗ്രൗണ്ടിൽ ആരുമില്ല. ഇതിന്റെ സംഘാടകർ 4 ആളും ഇവിടെ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ കണ്ടോ, ഈ നിങ്ങളൊക്കെ നിന്നത് എന്തുകൊണ്ടാ? എന്റെ പ്രസംഗത്തിൽ പറയുന്ന കാര്യം കേൾക്കാൻ മാത്രം അനുഭൂതിയുള്ളതാണ്, ചിന്തിക്കാൻ പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇരുന്നു, അല്ലേ? അല്ലാത്ത എവിടെയെങ്കിലും നിങ്ങൾ പോയി ഇരുന്നോ? ഇരുന്നോ? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, ഒരു സോളംലി റിക്വസ്റ്റ്. ദൈവം ഒരിക്കലും തിന്മ ഇഷ്ടപ്പെടില്ലല്ലോ. ദൈവത്തിന്റെ അടിമകളാവുക എന്നുള്ളതല്ലേ പ്രധാനം. അതുകൊണ്ട് ആരാണ് അച്ഛൻ എന്ന് മക്കളെ പഠിപ്പിക്കണം, ആരാണ് അമ്മ മക്കളെ പഠിപ്പിക്കണം, ആരാണ് അന്യമതക്കാർ പഠിപ്പിക്കണം. നമുക്ക് RSSും BJPയും NDFും പോപ്പുലർ ഫ്രണ്ടും സിമിയും അതുപോലെ തന്നെ ISSും IPC ഇങ്ങനെ കുറെ ഉണ്ടായി. തമ്മിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, അങ്ങോട്ട് കച്ചറുണ്ടാക്കി, ഇങ്ങോട്ട് അടിച്ച്, അങ്ങോട്ട് തല്ലി, അങ്ങനെ കഴിഞ്ഞുകൊണ്ട ജീവിതമല്ല നമ്മുടേത്. മറിച്ച് പരസ്പരം സ്നേഹിച്ചും തിരുത്തിയും സ്നേഹത്തോടെ അതിനാണ് വിജയം. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുക, അതാണ് നന്മ, അതാണ് മതം പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയാലോ, മുഹമ്മദ് നബിയെ ഷൈബ് അബി താലിബ് മലയിൽ 3 കൊല്ലം പീഡിപ്പിച്ച ശത്രുക്കൾ ഭക്ഷണം പോലും കൊടുത്തില്ല. പിഞ്ചു പൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടോ ആ ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് പിന്നീട് പ്രവാചകൻ അറിഞ്ഞു. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഈ നബിയെ ഏറെ പീഡിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചവർക്ക്
എല്ലാ ഭക്ഷണ വിഭവവും എത്തിച്ചു കൊടുത്തു പ്രവാചകൻ. അതാണ് വിട്ടുവീഴ്ച. അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ചേ, ശത്രുതയും ദേഷ്യവും നമുക്ക് എന്തെങ്കിലും തന്നു? പൂനാടും മാറാടും കലാപം തമ്മിൽ മനസ്സകന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു നേട്ടം അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരന്മാരെ, സഹോദരങ്ങളെ, മുസ്ലിം സുഹൃത്തുക്കളെ, എന്റെ പ്രസംഗം ഈ സദസ്സിൽ കേൾക്കുന്ന വ്യത്യസ്ത മതത്തിലുള്ളവരെ ഉണ്ടായോ? കണ്ണൂരൊക്കെ നോക്ക് നിങ്ങൾ, എന്നും ബോംബ് പൊട്ടുകയാണ്. നാദാപുരവും കല്ലാച്ചിയും കക്കട്ടും പാനൂരും തളിപ്പറമ്പും അതിനപ്പുറത്ത് കാസർഗോഡും എല്ലാം ബദിയെടുക്കുകയും ഒക്കെ. എന്താ നേടിയത്? അമ്മമാരുടെ ദീനരോധനം അല്ലേ? ഏതൊരു മകൻ മരിച്ചാലും അമ്മയുടെ മനസ്സ് നോവില്ലേ? ഏതൊരു അച്ഛൻ മരിച്ചാലും മക്കളെ കരയില്ലേ? ആ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഗുജറാത്തിലും ബോംബെയിലും ഭീവണ്ടിയിലും മൊറാദാബാദിലും ജാംഷഡ്പൂരിലും നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇറാഖിലും ഫലസ്തീനിലും ചെച്ചനയിലും കോസറോവയിലും ലബനാനിലും ആ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നിട്ട് നമ്മൾ മതം പറഞ്ഞ് യഥാർത്ഥ ജീവിതം തള്ളിവിട്ട് എന്തിന് ജീവിക്കുന്നു എന്ന് ഒരു വേള ആലോചിക്കണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് നോക്കാനാ. അതുകൊണ്ട് നല്ല പ്രവർത്തനം ചെയ്യുക, ഇങ്ങനെ ചിന്തിക്കുക. ഇന്നു മുതൽ ഞാൻ ദൈവത്തെ മാത്രം ആരാധിക്കും, നല്ല മൂല്യങ്ങൾ മാത്രം ഉൾക്കൊള്ളും, വേദഗ്രന്ഥങ്ങൾ ശരിക്കും പഠിക്കും, മനുഷ്യരെ തമ്മിൽ മനസ്സിലാക്കും. എനിക്ക് ഉപകാരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഒരാളെയും ഉപദ്രവിക്കില്ല. തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്ത് പായ്ച്ചേറിലാണിടുമ്പോൾ താൻ മാത്രം ബ്രഹ്മമതം കൊതിക്കും, തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും മോചനം ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈ ക്ഷേത്രത്തിന്റെ പടിവാതികൾ കടന്നു വരുമ്പോ, ഈ ക്ഷേത്രത്തിന്റെ കവാടം കടന്നു വരുമ്പോ എന്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, പരമകാരുണിക, ലോകത്തിന്റെ സൃഷ്ടാവേ, നിന്റെ അടിമകൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് നീ കരുത്ത് തരണം, എനിക്ക് നീ ശക്തി തരണം, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയാൻ അവസരമുണ്ടാകണം. നമ്മൾ കപടന്മാരായി പോകരുത്, കാപട്യമുണ്ടാകരുത്. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ കാപട്യം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കും. അതുകൊണ്ട് ലോകം നന്നാവില്ല. പച്ചയായ ഹൃദയം തുറന്നു വെക്കുക. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാപട്യമില്ലാതെ തുറന്നു വെച്ചു. ഇനി നിങ്ങൾക്ക് ചിന്തിക്കാം. 3 പോയിന്റ് ഞാൻ പ്രധാനമായി പറഞ്ഞു. 1, ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നത്. 2, ആ ദൈവത്തിന്റെ ദൃഷ്ടാന്തം ഏതെന്ന് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്നത്. അത് ഇസ്ലാമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അല്ല, അത് ഹിന്ദുമതമാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു തരണം, നിങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം, നിങ്ങൾ ഞങ്ങളോട് പറയണം. കാരണം നിങ്ങൾക്ക് മാത്രം മോക്ഷം എന്നതുണ്ടാവാൻ പാടില്ല. ഒരു ഔഷധം കണ്ടെത്തിയാൽ, സൗദി അറേബ്യ ക്യാൻസറിന് ഒരു കൃത്യമായ മരുന്ന് കണ്ടെത്തിയാൽ അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നവൻ വർഗീയവാദിയാണ്. ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിന്റെ മതമെങ്കിൽ അത് ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചു. വർഗീയവാദിയാകാതെ നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം. അടിച്ചേൽപ്പിക്കലില്ല. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് മാത്രമായി ഞാൻ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർക്കും നാടിനും രാജ്യത്തിനും ഭരണാധികാരികൾക്കും മത നേതാക്കന്മാർക്കും നമ്മളിൽ പ്രതീക്ഷയുണ്ട്. കള്ളുകുടിച്ചും വ്യഭിചരിച്ചും തോന്നിയാസം കളിച്ചും ബൈക്കിൽ പോയും അതല്ല ജീവിതം. ഒരുപാട് തൊട്ടയൽപ്പക്കത്ത് പട്ടിണി കിടക്കുന്നവരുണ്ടോ? അച്ഛനും അമ്മക്കും ഞാൻ ആശ്രയമാണോ? ഇടക്കൊക്കെ ചോദിക്കണം. ഞാൻ എന്റെ ഉമ്മയോട് ചോദിക്കും, ഉമ്മ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉമ്മാക്ക് വിഷമമുണ്ടായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പൊറുക്കണേ. അറിയാതെ പറ്റിപ്പോയതുണ്ടെങ്കിൽ പൊറുക്കണേ. ഞാൻ എന്റെ പിതാവ് എന്നോട് പറയും, മോനെ നിനക്ക് പേരിട്ട് ഞാൻ മുജാഹിദ് എന്ന്. മുജാഹിദ് എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മസമരം ചെയ്യുന്നവെന്നാണ്. മോനെ, ആ വാക്ക് പിതാവിന്റെ പ്രതീക്ഷ അത് നീ കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് മോനെ ശ്രദ്ധിക്കണേ. ഇന്ന് പോലും എന്റെ വാപ്പ പറഞ്ഞു, മോനെ ക്ഷേത്രത്തിലാണ്, ശ്രദ്ധിക്കണേ എന്ന്. സ്നേഹമാണ് അല്ലെ? സ്നേഹമാണ് മനുഷ്യനെ നിലനിർത്തുന്നത്. സ്നേഹിക്കാൻ പഠിക്കുക. കുറി നോക്കി, തുണി നോക്കി, ഗോത്രം നോക്കി, വർഗം നോക്കി മനുഷ്യനെ വേർതിരിക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കുക. ഏത് മതങ്ങളിലും നിങ്ങൾ വിശ്വസിച്ചോളൂ, പക്ഷെ മനുഷ്യരായി ജീവിക്കാൻ, തമ്മിൽ തിരിച്ചറിയാൻ, ഒരിക്കലും കൊല്ലില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, ഒരിക്കലും വെറുക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാൻ, സ്നേഹവും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയുമായിരിക്കും എന്റെ ജീവിതം എന്ന് പറയാൻ, ഒരമ്മയെ കരയിപ്പിക്കാതിരിക്കാൻ, ഒരു പെണ്ണിന്റെ കണ്ണുനീരും ഭൂമിയിൽ വീഴാതിരിക്കാൻ, ഒരു പിഞ്ചു പൈതലിന്റെ കരച്ചിലും ലോകത്തിൽ കേൾക്കാതിരിക്കാൻ. അതെ, മക്കളെ കുറിച്ച് ഓർത്ത് കരയരുത്. ആ കാബാലികന്മാർ എന്റെ മോനെ കൊന്നു എന്നൊരാളെ പറ്റിയും, മുസ്ലിങ്ങളെ പറ്റി ഹിന്ദുക്കളെ പറ്റി മുസ്ലിങ്ങളും ഇനി പറയരുത്. ഈ പ്രസംഗം സുഖിപ്പിക്കാനുള്ളതല്ല, ഈ പ്രസംഗം ചിന്തിക്കാനുള്ളതാണ്. അവസാനിപ്പിച്ചോട്ടെ. നിങ്ങൾ എനിക്ക് തന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. ദീർഘമായ മനുഷ്യ ജീവിതത്തിൽ അമൂല്യമായ ഒന്നാണ്
ഈ വിലപ്പെട്ട സമയം. ഈ സമയത്തെക്കുറിച്ച് ഈശ്വരൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയും, നീ പഠിപ്പിച്ച മൂല്യം അത് ധൈര്യസമേതം ഞാൻ പറഞ്ഞു ഈശ്വര, പറഞ്ഞു അല്ലാഹുവേ എന്നെനിക്ക് എന്റെ റബ്ബിനോട് പറയാം. അതുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്നാ, ദൈവമേ നീ ഈ പ്രസംഗം സ്വീകരിക്കണമേ, ദൈവമേ ഈ മനുഷ്യർക്ക് ഇതൊരു വെളിച്ചമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവിടെ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും, ക്ഷേത്രം നിശ്ചയിച്ച പലതും. അതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്നോർക്കുക, മരണം മനുഷ്യനെ പിടികൂടിയാൽ ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാനാവില്ല. ഇന്ന് ഞാൻ ട്രെയിനിലേക്ക് എത്തുമോ, എന്റെ ജുബ്ബയുടെ ബട്ടൺ ഞാൻ അയക്കുമോ, എന്നെ എന്റെ കൂട്ടുകാർ ഇവിടുന്ന് കൊണ്ടുപോകുമോ, എനിക്ക് പറയാൻ കഴിയില്ല. ഒരു അറ്റാക്ക് വന്നാൽ അവസാനിക്കാവുന്ന ജീവിതം, അതിനിടയിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. യൗവനം പാഴായി പോകരുത്. അഭിമാനിക്കാൻ കഴിയണം മരിക്കുമ്പോ എന്റെ യൗവനം ഫലപ്രദമായിരുന്നു എന്ന് എനിക്ക് അഭിമാനിക്കാൻ കഴിയണം, നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയണം. ആരുടെ മുമ്പിലും ചട്ടുകങ്ങളായി പോകരുത്, ബുദ്ധി ഒരാളുടെ മുമ്പിലും പണയപ്പെടുത്തരുത്. പാരമ്പര്യ വിശ്വാസത്തിൽ അപാകതകൾ അത് മാത്രമാണ് മതം എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. മതഗ്രന്ഥങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള വിശാലമായ മനസ്സ് അത് നിങ്ങൾക്കുണ്ടാവണം. എന്നെ ഈ സദസ്സിലേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോട് നിങ്ങൾ എത്ര അനുഗ്രഹീതർ, നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് യഥാർത്ഥ മതത്തിലേക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഞാൻ പറയുകയും എന്നെ ക്ഷണിച്ചവരോട് അഗൈധവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇത്ര ദൈർഘ്യമേറിയ സമയം ഒരു ക്ഷേത്രാങ്കണത്തിൽ എനിക്ക് അവസരം നൽകിയ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിങ്കിൽ നിന്ന് ലഭിക്കുന്ന മാർഗദർശനം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും പ്രത്യാശിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാധൂതം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഇനിയൊരു ജീവിതം നന്മയായി ഭവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ടും സ്ത്രീധനം വാങ്ങില്ലെന്ന്, പുക വലിക്കില്ലെന്ന്, മദ്യപിക്കില്ലെന്ന്, അനാവശ്യ ഭക്ഷണം കഴിക്കില്ലെന്ന്, അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കില്ലെന്ന്, ഒരു വർഗീയ കലാപത്തിനും നേതൃത്വം നൽകില്ലെന്ന്, ഒരു അരാജകത്വത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ലെന്ന്, മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സൗഭാഗ്യം നൽകിയ ലോകത്തിന്റെ നാഥൻ എന്റെ റെക്കോർഡിൽ എന്നെ സൃഷ്ടിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് ഈ ക്ഷേത്രവേദി എനിക്കുണ്ടാകുമെന്ന് വിധിച്ച എന്റെ സാക്ഷാൽ അല്ലാഹുവിനോട് ഹൃദയത്തിന്റെ അഗാധതകളിൽ നിന്ന് അല്ലാഹുവേ നിനക്ക് നന്ദി, ഇത് കേൾക്കാൻ, ഇത് പറയാൻ ഈ സമൂഹത്തിന് അവസരമുണ്ടായല്ലോ എന്ന നന്ദി നിന്നോട് രേഖപ്പെടുത്തി അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് എന്ന് നിന്നെ സ്തുതിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, നന്നാവുക, നല്ലതിനു വേണ്ടി ജീവിക്കുക, നന്മയെക്കുറിച്ച് ആലോചിക്കുക. ഇന്നു മുതൽ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിക്കുക, ഏറ്റവും വലിയ സത്യത്തിലേക്ക് എത്തിച്ചേരുക, ദൈവം അവതരിപ്പിച്ച മതത്തിലേക്ക് എത്തുക, മാനവ സമൂഹത്തിന് മുമ്പിൽ ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതത്തിലേക്ക് എത്തുക, ഏകദൈവാരാധനയുടെ വക്താക്കളാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2 മണിക്കൂർ സമയം ശ്രദ്ധിച്ച ഒരു ശ്രോതാവിന് 2 മിനിറ്റ് പോയതുപോലെയാണ്. പരയുടെ പാല് തോർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ട് ഒരു അല്പനേരം എന്നാണ് അറിയുക. അവരെ പ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. തുടക്കത്തിൽ ഒന്നിൽ തുടങ്ങി 10ആയി, 100ആയി, 1000മായി, 10,000മായി, കോടി ലക്ഷക്കണക്കിന് ഈ ശബ്ദം കേട്ട ആൾക്കാർ ആ ബോക്സിന്റെ അടുത്ത് ഞാനിരുന്നപ്പോൾ 2 മണിക്കൂർ സമയം പോയത് കേവലം 2 മിനിറ്റ് പോലെയാണ്. തമ്മിൽ അനുഗ്രഹവും സഹോദരൻ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. ആമീൻ.